നമസ്കാരം, സിറ്റി ന്യൂസിലേക്ക് സ്വാഗതം. കണ്ണൂർ യൂണിവേഴ്സിറ്റി ഹിസ്റ്ററി വിഭാഗം മാങ്ങാട്ടുപറമ്പിൽ നിന്ന് പാലയാട് ക്യാമ്പസിലേക്ക് മാറ്റുന്നതിനെതിരെ SFIയുടെ നേതൃത്വത്തിൽ കണ്ണൂർ യൂണിവേഴ്സിറ്റിയിലേക്ക് മാർച്ച് നടത്തി. സംസ്ഥാന വൈസ് പ്രസിഡന്റ് വിപിൻ രാജ് പായം സമരം ഉദ്ഘാടനം ചെയ്തു. യൂണിവേഴ്സിറ്റിയിലേക്ക് SFIക്കാർ ഇരച്ചു കയറുകയായിരുന്നു. വൈസ് ചാൻസലർ RSS ചട്ടുകമായി പ്രവർത്തിക്കുകയാണെന്ന് വിപിൻ രാജ് പറഞ്ഞു. കണ്ണൂർ യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ സംഘപരിവാറിന്റെ ചട്ടുകമായി പ്രവർത്തിക്കുകയാണെന്ന് വിപിൻ രാജ് പറഞ്ഞു. നമ്മൾ ഉയർത്താൻ വേണ്ടി മുന്നോട്ട് വന്ന സാഹചര്യത്തിനകത്താണ് ആ തീരുമാനം മാറ്റുന്ന സ്ഥിതി ഉണ്ടായിട്ടുള്ളത്. അങ്ങനെ എത്ര വിഷയങ്ങൾ കഴിഞ്ഞ 2 ആഴ്ച മുമ്പാണ് മറ്റൊരു വിഷയത്തിനകത്ത് നമ്മൾ ഇവിടെ ഇടപെടുകയുണ്ടായി. കാസർഗോഡ് ജില്ലക്കകത്ത് നീലേശ്വരം ക്യാമ്പസിനകത്തുള്ള 2 ഡിപ്പാർട്ട്മെന്റുകൾ എടുത്തുകൊണ്ട് മറ്റൊരു ക്യാമ്പസ് മറ്റൊരു ജില്ലക്കകത്ത് മാറ്റുകയാണ്. അത്തരത്തിൽ ഏകാധിപത്യ നിലപാട് സ്വീകരിക്കാൻ വേണ്ടി ഇയാൾ വരികയാണ്. നമ്മൾ മനസ്സിലാക്കേണ്ട പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, നമ്മുടെ ക്യാമ്പസുകളും പല യൂണിവേഴ്സിറ്റിക്കകത്തും ഇത്തരത്തിൽ RSSന്റെ അജണ്ട നടപ്പിലാക്കാൻ വേണ്ടി കേരളത്തിനകത്ത് മുമ്പ് ഒരു ഗവർണർ ഉണ്ടായിരുന്നു. ആ ഗവർണറുടെ ഒത്താശയോട് കൂടി തന്നെയാണ് പല ക്യാമ്പസിനകത്തും RSSന്റെ ശാഖയായി മാറ്റിയെടുക്കാനുള്ള ശ്രമങ്ങൾ കാലിക്കറ്റിനകത്തും കേരളക്കകത്തും ഉൾപ്പെടെ നമ്മൾ കാണുകയുണ്ടായി. ജില്ലാ പ്രസിഡന്റ് TP അഖില ഉദ്ഘാടന ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ശരത് രവീന്ദ്രൻ, K നിവേദ് എന്നിവർ സംസാരിച്ചു. ഒരു സംഘം സമരക്കാർ അകത്തേക്ക് ഓടിക്കയറി VCയുടെ ചേംബറിന് മുന്നിലിരുന്ന് മുദ്രാവാക്യം വിളിക്കുകയായിരുന്നു. ജോയൽ തോമസ്, അഞ്ജലി സന്തോഷ്, സ്വാതി പ്രദീപ് തുടങ്ങിയവർ സമരത്തിന് നേതൃത്വം നൽകി. എന്നാൽ തീരുമാനം പുനഃപരിശോധിക്കാമെന്ന് VC ഉറപ്പു നൽകി. SFIയുടെ കടുത്ത പ്രതിഷേധത്തെ തുടർന്നായിരുന്നു ഈ നടപടി. തീരുമാനം താൽക്കാലികമായി മരവിപ്പിച്ചതായും സിൻഡിക്കേറ്റ് ചർച്ചകൾക്ക് ശേഷം തീരുമാനമെടുക്കുമെന്നും സമരക്കാരെ അറിയിച്ചു. SFI നേതാക്കൾ വൈസ് ചാൻസലറുമായി നടത്തിയ ചർച്ചയിലാണ് ഇക്കാര്യങ്ങൾ തീരുമാനമായത്. സിറ്റി ന്യൂസ്, കണ്ണൂർ. കൂടുതൽ വാർത്തകൾ അറിയുവാൻ സിറ്റി ചാനൽ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. ഒപ്പം YouTube ചാനൽ സന്ദർശിക്കുക. വാർത്തയുടെ അവസാനിക്കുന്നില്ല. മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം. നമസ്കാരം.